ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടോ ഈ വീഡിയോ ഇടാനായിട്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നതാണ്. ഞങ്ങൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഞങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഡൽഹി ടു ബാംഗ്ലൂർ ട്രിവാൻഡ്രം ആണ്. ഞങ്ങൾക്ക് 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു 6 മണി ആ ഒരു സമയത്തൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു. പിന്നെ ഒരു 10 മണിയായി. 10 മണിക്ക് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അതിനകത്തുള്ള ക്യാബിൻ്റെ അകത്തുള്ളൊരു ഫോഗാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫുൾ ടയേർഡായിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 12 മണി 12:30 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിലിരിക്കുവാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് കയറാനായിട്ട്, അകത്തോട്ട് പോകാനായിട്ട് നമ്മൾ ബസ്സിലിരിക്കുവാണ്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ പറയാതിരിക്കാൻ പോയി അടിപൊളി ആണ് കാണാനായിട്ട്. ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒറിജിനൽ പ്ലാന്റ്സ് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബെല്ലില്ലേ, ഈ കാണുന്ന ബെല്ല് പോലത്തെ ഡിസൈനൊക്കെ ഇല്ലേ, ഇതിൽ ഫുള്ള് ഒറിജിനൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വെളുപ്പിന് അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലേസൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി നടക്കുകയാണ്. അതിനിടയിൽ കുറച്ച് ക്ലിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഭയങ്കര ശോകമായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ 2 മണിയായപ്പോഴും അറിഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിശപ്പൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് അടുത്ത് പോയിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതൊക്കെ കണ്ട് നല്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 11 മണിയായിട്ടും ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. 12 മണിയായി, പിന്നെയും ഡിലേ ആയി. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിലോട്ട് കയറി. പിന്നെ നമുക്കിവിടെ ഒരുപാട് ടൈം ഡിലേ ആവുകയാണെങ്കിൽ നമുക്കിവിടെ ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ആ കാര്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളിതിനകത്ത് കയറിയപ്പോൾ തന്നെ എയർ ഹോസ്റ്റസ് നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യട്ടെ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫ്ലൈറ്റുകളിങ്ങനെ വന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ഓരോ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്താണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഏകദേശം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്തത്. പിന്നെ ഇത് കണ്ടില്ലേ, ഓരോ ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വേറെ ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. എടുക്കുന്ന സമയത്തൊരു ചെറിയൊരു നെഞ്ചിരിപ്പ്, ആ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ഫീലായിരുന്നു. നല്ല പൊങ്ങി കേട്ടോ. നല്ല പൊങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ചെറിയൊരു ടെൻഷൻ, ആ ഒരു പേടിയൊക്കെ ഉണ്ടെന്ന്. ചേട്ടൻ നല്ല കൂളായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. കുറേ കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കത് നേരിട്ട് ആ ഒരു ഫീൽ നമുക്ക് അപ്പോഴേ മനസ്സിലാവത്തുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നമ്മൾ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിൻഡോ സീറ്റല്ല കിട്ടിയത്, നമുക്ക് നടുക്ക് സീറ്റാണ് കിട്ടിയത്. പിന്നെ വിൻഡോ സീറ്റിൽ ഒരുപാട് ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്ന് അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. നല്ല വ്യൂസ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഫോഗിനിടയിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന ആ ഒരു ആ ഒരു ഫീലാട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഒരുപാട് ഉയരത്തിൽ പൊങ്ങിയപ്പോൾ നമ്മൾ ചെവിയൊക്കെ അടഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് ഫോൺ ഓഫാക്കി വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുഡ് ഇതിനകത്ത് നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ഫുഡ് അവൈലബിൾ ആണ്. പക്ഷെ അന്യായ റേറ്റാണ് കേട്ടോ ഇതിനകത്ത്. ഞങ്ങളൊരു മിനറൽ വാട്ടർ മാത്രം വാങ്ങിച്ച് കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നു. പിന്നെ ഇതൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. കുറച്ച് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മണിയായപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. വേറെ ഏതോ കൺട്രിയിൽ വന്നൊരു ഫീലായിരുന്നു കേട്ടോ. ഏകദേശം 2-2:30 മണിയായപ്പോഴത്തേക്കും ഈ ഒരു വിഴിഞ്ഞം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് എത്തിയത്. ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ അത്ര തിരക്കൊന്നുമില്ല, 1-2 ഫ്ലൈറ്റൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ ബൈ.